ലോക എന്ന മൂവിനെ കുറിച്ചിട്ട് ചിലത് ഇവര് പറയാനുണ്ട്, അത് നമുക്ക് കേൾക്കാം. നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലോക എന്ന മൂവിന്റെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ഭയങ്കര റിവ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് ഞാൻ ഒരു സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല, അതിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല, കാരണം ഞാനത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ സിനിമ പ്രേമിയുമല്ല. അപ്പൊ ഇത് വീഡിയോ ഇടാൻ കാരണം സോഷ്യൽ മീഡിയ തുറന്നല്ലാതെ തന്നെ കാണുന്നത്. അതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 300 കോടിന് മുകളിൽ കളക്ഷൻ പോയ ഒരു പടമാണ്, ഏറ്റവും കൂടുതൽ ടോപ്പ് കളക്ഷൻ കിട്ടിയ ഒരു പടം കൂടിയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എല്ലാവരും പോസിറ്റീവ് കാണുന്ന സ്ഥിതിക്ക് എന്റെ കൂട്ടുകാരന് സിനിമ പ്രേമിയാണ്, ഇവന് സിനിമ എല്ലാം കാണുന്ന ആളാണ്, ഡയറക്ടറാണ്, അതുപോലെ തന്നെ നോവലെല്ലാം എഴുതുന്ന ആളാണ്, സാധാരണ ഒരാളല്ല. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ലോക മൂവി ഭയങ്കര ഹൈപ്പറാണ്, പക്ഷെ അത് ശരിക്കും ഓവറേറ്റഡാണ്. ഓക്കെ, അതായത് എനിക്കൊന്ന് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്, ചാത്തൻ ഓടി എന്നൊക്കെ പറഞ്ഞു, പക്ഷെ സെക്കൻഡ് പാർട്ട് അപ്പുറത്തേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ ലോക ഫിലിമിന്റെ ഫാൻസുകാരോടാണ് ഞാൻ ചോദിക്കുന്നത്, ഇവർ പറയുന്നത് സത്യമുണ്ടോ അല്ലെങ്കിൽ കളവാണോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും. ഓരോ പ്രേക്ഷകർക്ക് ചിലത് ചോദിക്കാൻ ഇനിയും നിങ്ങൾ എടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള പടം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും? എടുക്കാൻ പറ്റും. അതിനുള്ള പ്രൊഡ്യൂസറുണ്ട്, ഡയറക്ട് ചെയ്യാൻ പറ്റും. ഈ കഥയിലേക്ക് നിങ്ങൾ അടുത്ത 2ാം ഭാഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അതിനെ നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഉറപ്പായിട്ടും. അപ്പൊ ആ ലോക ഫിലിമിന്റെ ഡയറക്ടർ തന്നെ ചേഞ്ച് ആക്കാം, ഇവനെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്താം, ഇവൻ ചെയ്ത് കാണിക്കും. അത്ര ധൈര്യത്തോടെ പറയണമെങ്കിൽ അവന് അത്ര കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. മെയിൻ കാരണം ഇതില് വർക്കായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, ഇതിൽ മൊത്തം ഗിമ്മിക്സ് ആണ്. അതിപ്പോ കുറെ പുതുമയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ബാംഗ്ലൂരിൽ പുതിയ ഒരു കാലഘട്ടത്തിൽ കല്ലങ്ങാട് നീലി, പിന്നെ ചാത്തൻ എന്നൊക്കെ പറഞ്ഞ് ഐതിഹ്യ കഥകളൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒരു പുതുമയുള്ള സംഭവമാണ്. മേക്കിംഗ് നല്ല, അതായത് 30 കോടിക്ക് നല്ല നല്ല രീതിയിൽ ചെയ്ത്, നമുക്ക് അതിനെക്കുറിച്ചൊന്നും വിമർശിക്കാൻ പറ്റില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ചെറിയ പൈസക്ക്. പക്ഷെ ഇതിൻ്റെ സ്റ്റോറി, സ്ക്രിപ്റ്റിൻ്റെ ഡെപ്ത്, ഇമോഷണൽ കണക്ട്, ഡയലോഗ്സ്, അതൊന്നും ഒരു ആവറേജ് പോലുമല്ല, ബിലോ ആവറേജാണ്. ഇപ്പം നമുക്ക് ഫസ്റ്റ് ടൈം ഇത് സിനിമ കാണുമ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നേടാം. നമ്മുടെ നാട്ടിലൊരു വാമ്പയർ സിനിമ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ മൂവിനൊക്കെ ആ ഒരു രീതിയിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം, നല്ലതാണ്. നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കുറെ പഴയ കുറെ കാര്യങ്ങളൊക്കെ പുതിയൊരു കാലഘട്ടത്തിൽ കണക്ട് ചെയ്തിട്ട് വരുന്നതൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ ദുൽഖർ സൽമാൻ വരുന്നുണ്ട്, പിന്നെ ചാത്തനായിട്ട് നമ്മുടെ ടോവിനോ വരുന്നുണ്ട്, ഇവരൊക്കെ വരുന്നത്. സോബിനൊക്കെ അത് കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ഇതൊക്കെ ഒരു ഗിമിക്സ് ആണ്, അത് കാണാൻ രസമുണ്ട്. പക്ഷെ അതിന്റെ ക്രിയേറ്റിവിറ്റി ലെവലിൽ നോക്കുമ്പോൾ, ഇതിന്റെ സ്ക്രിപ്റ്റ്, ഇതിന്റെ റൈറ്റിംഗ് കാര്യങ്ങൾ നോക്കുമ്പോൾ, ഈ കഥയിലെ ക്ലൈമാക്സ് അതൊക്കെ നോക്കുമ്പോൾ ഒരു ഭയങ്കര ബിലോ ആവറേജാണ്. കാരണം ഇതിൽ ചില ഈ പറഞ്ഞ വഴിത്തിരിവൊക്കെ, കത്തി കൊത്തുന്നു, വരാളെ കൊള്ളുന്നു, വെടിവെക്കുന്നു, വരാളെ കൊള്ളുന്നു, അതിൻ്റെ ഇടയ്ക്കുള്ള തീരെ നമുക്ക് ഫീൽ ആവാത്ത കുറേ കണക്ഷൻസ്, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ ഈ സ്ക്രിപ്റ്റിലുള്ള കുറേ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥിരം നമ്മൾ കാണുന്ന കുറേ ടൈപ്പ് ക്ലൈമാക്സ് കാര്യങ്ങൾ. കഥപരമായിട്ട് ഇതിന് ഒരു ക്രിയേറ്റിവിറ്റി തീരെ ഭയങ്കര കുറവാണ്. പക്ഷെ വിഷ്വൽ നോക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്, കഥയ്ക്ക് ഒരു പുതുമയുണ്ട്, മേക്കിംഗ് നല്ലതാണ് എന്നല്ലാതെ ക്രിയേറ്റിവിറ്റി ലെവലിലും സ്ക്രിപ്റ്റും ഡെപ്തും പോരാ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു പാർട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. അതായത് പിന്നെ കഥയുടെ ഈ പറയുന്ന ഈ കഥയുടെയോ അല്ലെങ്കിൽ ഈ മേക്കിങ്ങിൻ്റെ എക്സൈറ്റ്മെന്റ് നെക്സ്റ്റ് പടത്തിൽ, കാരണം നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ലോക, എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ഇനി നെക്സ്റ്റ് ഫിലിം നെക്സ്റ്റ് പാർട്ടിൽ കിട്ടൂല. നെക്സ്റ്റ് പാർട്ടിൽ നല്ലൊരു കഥയും, പിന്നെ ഇതിന് പറ്റിയ നല്ലൊരു കഥയും, നല്ലൊരു ഡെപ്ത്ഫുൾ ആയിട്ടുള്ള കഥയും കാര്യങ്ങളും, നല്ല സ്ക്രിപ്റ്റും വേണം. അത് ഇപ്പോൾ ഉള്ള ഒരു സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ അവർ നെക്സ്റ്റ് പാർട്ടിൽ കിട്ടാൻ സാധ്യതയില്ല, ആ ഒരു ക്രിയേറ്റിവിറ്റി കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെയിം ഗിമ്മിക്സുമായിട്ട് അടുത്ത പടം ഇറങ്ങുകയാണെങ്കിലും അത് 100% ഫ്ലോപ്പ് ആയിരിക്കും. അതിനപ്പുറം ഈ സിനിമ അല്ല ഈ മമ്മൂട്ടി പോയിരുന്നു അതൊന്നും നടക്കുന്നു തോന്നുന്നില്ല. സെക്കൻഡ് പാർട്ട് അപ്പുറത്തേക്ക് ഈ സിനിമ ഈ ഒരു ലെവലിൽ പോയാൽ നടക്കില്ല. ഭയങ്കര ഓവർ റേറ്റഡ് ആണ്, ഓവർ ഹൈപ്പാണ്. ഇപ്പൊ ജനങ്ങൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് ജനങ്ങൾക്കൊരു കാര്യം നിങ്ങളെടുത്ത് ചോദിക്കാനുണ്ട്, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഇത് ഉറങ്ങിയതാണോ? അല്ലല്ലോ, ഉറങ്ങിയതല്ല, ഫുള്ളായിട്ട് കണ്ടിട്ടാണ് ഈ റിവ്യൂ പറയുന്നത്, ഉറപ്പല്ലേ? അതെ. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടിട്ടാണ് ഈ റിവ്യൂ പറഞ്ഞത്. പിന്നെ കുറേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച്, ഇതിന്റെ ഫാൻസുകാർക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ആ ചോദിക്കുന്ന കാര്യം ഞാൻ മുൻകൂട്ടി പറയാം, നിങ്ങളെടുത്ത് ചോദിക്കാണ്. അവർ ചോദിക്കേണ്ട കാര്യം നിങ്ങളെടുത്ത് ചോദിക്കാണ്. 300 കോടി കളക്ഷൻ ആണെങ്കിൽ ആ പടം ഹൈലൈറ്റ് ആയത് കൊണ്ട് തന്നെ ആയിട്ടുണ്ടാവും, അല്ലേ? ഹൈലൈറ്റ് ആയത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അത്രയും ജനങ്ങളിടയിൽ നിങ്ങളൊരു വ്യത്യസ്തനായി ഒരു റിവ്യൂ പറയാനുള്ള കാരണം? അതിന്റെ ശരി അതാണ്. ഓക്കെ, ഭയങ്കര ആൾക്കാർ ഹൈപ്പ് ചെയ്തിട്ട് അതിനൊരു 300 കോടി എത്തിച്ചു. ഇപ്പൊ നമുക്കൊരു ആവറേജ് സിനിമ ഓവർ ഹൈപ്പഡ് ആയിട്ട് അങ്ങനെ നമുക്ക് ഒരുപാട് സിനിമ 100 കോടി 150 കോടി 200 കോടി കളക്ട് ചെയ്ത സിനിമ നമ്മൾ രണ്ടാമത് കാണാറില്ല. കാരണം അത് ആ സമയത്ത് ഒരു ഹൈപ്പിൽ നമ്മൾ എല്ലാവരും പോയി കണ്ടു. ആൾക്കാരൊക്കെ ഭയങ്കര ഹൈപ്പ്, ആൾക്കാരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു. കാരണം മലയാളത്തിലൊരു സിനിമ വരുന്നു, ഇത്തരത്തിലുള്ള സിനിമ വരുന്നു, അത് കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ മലയാളികളാണ്, ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് നമുക്ക് ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമുക്കറിയാം, എന്നാലും നമ്മളൊരു സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും എത്തിയത്. പക്ഷെ
റിയാലിറ്റി എന്ന് പറയുന്നത് ഈ സിനിമ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണ്. ടെക്നിക്കൽ വൈസും ഒക്കെ കാണുമ്പോൾ നോക്കുമ്പോൾ മേക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ നല്ലതാണ്. മേക്കിംഗ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലൈറ്റിങ്ങും പിന്നെ ബാക്കിയുള്ള ലൊക്കേഷൻസ് കാര്യങ്ങൾ, ലൈറ്റ് യൂസ് ചെയ്തത്, സൗണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കോസ്റ്റ്യൂംസ് പിന്നെ അതിൻ്റെ അതൊക്കെ ഓക്കെയാണ്. അതല്ലാതെ പിന്നെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അതായത് ഡെപ്ത്ഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റോ കഥയോ ഒരു കോൺവെർസേഷൻസോ നല്ലൊരു ഡയലോഗ്സോ കാര്യങ്ങളൊന്നും ഇമോഷണൽ കണക്ഷൻ ഭയങ്കര കുറവാണ്. അപ്പൊ അല്ലേ അത്ര കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇവന് ഇത്രയും പറയണ. അത്ര കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് എത്രയോ പേര് അതിനെ പോസിറ്റീവ് പറയുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ലോക ഫിലിമിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇവൻ പറയുന്നത് പച്ച കളവാണോ അല്ലെങ്കിൽ ലോക ഫിലിം കണ്ട ആൾക്കാർക്ക് ഇങ്ങനെയും ചില ആൾക്കാർ പറയാൻ തോന്നുന്ന മനസ്സുണ്ടാവുമോ, അല്ലെങ്കിൽ ഇവൻ പറയുന്നത് പച്ച കളവാണോ അല്ലെങ്കിൽ സത്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ മൊത്തം ഗിമ്മിക്സും കാര്യങ്ങളും ഒക്കെയാണ്. കഥയിൽ ഡെവലപ്മെന്റ് ഇല്ല, പിന്നെ ഡെപ്ത് ഇല്ല, ഇമോഷണൽ കണക്ഷൻസ് തീരെയില്ല. ഓക്കെ, ഇനി അടുത്ത പടത്തിലേക്ക് ഇവനെ വിളിക്കുകയാണെങ്കിൽ അവൻ പറയുന്ന എല്ലാം അതിലേക്ക് ചേർത്തിട്ട് ഇവൻ അതിനെ ഡയറക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ എല്ലാവരോടും എപ്പോഴും പറയുന്ന പോലെ സ്നേഹം മാത്രം.